Karimika, welcome to Arum Talks. Thank you. Thank you so much for being our guest today. Thank you. ഇന്ന് ഈ വേദിയുടെ കൂടെ നമുക്കറിയാൻ പറ്റും കരീമിക്കനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ, കലിഗ്രഫിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കും പഠിക്കാൻ പറ്റും കലിഗ്രഫിനെ പറ്റി എന്താണെന്ന്. നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പം ഇതും എനിക്കും ന്യൂ ആണ്. അതുകൊണ്ട് എൻ്റെ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ I'll try my best to ask the right questions and be with the audience and with the listeners here. Thank you so much for coming on board with us and talking to us. We want to start with your how calligraphy came into your life. I mean, what inspired you to be a calligrapher? First of all, thank you so much for having me here, and it's my pleasure to talk with Aram podcast. Thank you. And also, I appreciate that you don't know anything about calligraphy or about me. That's interesting things that You can draw your canvas. Yeah. It's like a canvas, empty canvas. So Yes. we both Yeah. together gonna make a good art. Yes. First thing I remember, 1ാം ക്ലാസ് മദ്രസയിലേക്ക് പിന്നെ ആദ്യ ദിവസം പോയ ഒരു അനുഭവമാണ് അത്. സെയ്ദ് അലി ഉസ്താദ് വെള്ള ചോക്ക് കൊണ്ട് കറുത്ത ബോർഡിൽ, ഇതുപോലെ കറുത്ത ബോർഡിൽ അലിഫ് എന്ന് എഴുതിയ ആദ്യ അക്ഷരം. ഐ സ്റ്റിൽ റിമെമ്പർ ദ സൗണ്ട്, ദ ബ്യൂട്ടി. ബട്ട് ഐ നെവർ നോ ദിസ് കോൾ കാലിഗ്രാഫി. അങ്ങനെ ഒരു ഈവൻ അങ്ങനെ ഒരു എഴുത്തുകലയാണെന്ന് പോലും നമുക്കറിയില്ല. ബിക്കോസ് ഫോർ മീ, ഒന്നും അറിയാത്ത ഒരു 5 വയസ്സുള്ള ചെക്കനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ജസ്റ്റ് ഡ്രോയിങ്. സെയ്ദ് അലി ഉസ്താദ് ഇങ്ങനെ ഇടുന്ന സമയത്ത്, ഭാവമൊക്കെ എഴുതുന്ന സമയത്ത് കൈൻഡ് ഓഫ് ഒരു ഡോമ് തല തിരിച്ചിട്ട പോലെ അല്ലെ, ഒരു സാധനം, ഒരു തോണിയൊക്കെ പോലെ നമുക്ക് പറയാം. ഈവൻ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ when they look at the calligraphy, they never gonna read. They say it's a art. ഇപ്പൊ കാലിഗ്രാഫിയിൽ ലിംഗ്വിസ്റ്റിക് വരുന്ന സമയത്താണ് യു സ്റ്റാർട്ട് റീഡിങ് ഇറ്റ്. സ്ക്രിപ്റ്റ് ആകുന്നത് വെൻ യു ഇപ്പം നിങ്ങൾ ഇപ്പം മിനിമലിസ്റ്റ് എന്ന് എഴുതിയതിന് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ജസ്റ്റ് എ ആർട്ട്, സം ലൈൻസ്. വെൻ യു സേ ദിസ് ഈസ് എം, ദ കിഡ് സ്റ്റാർട്ട് റീഡിങ് ഇറ്റ്. ഓക്കെ, എം. ഇപ്പോൾ അള്ളാഹ് എന്ന് കാലിഗ്രാഫിയിൽ എഴുതുമ്പോൾ അലിഫ് ഇടുന്ന്, ലാം ഇടുന്ന്, ഹാടുന്ന്. ദേ നെവർ നോ ദിസ് കോൾ അള്ളാഹ് അൺടിൽ യു സേ. അപ്പൊ നമ്മൾ പറയണ അലിഫ് ലാം ഹാ കൂടി കഴിഞ്ഞാൽ അള്ളാഹ്. ഈ ചെറിയ കുട്ടി പിന്നെ ഓ അള്ളാന്ന് വെച്ചാൽ നമ്മളെ സൃഷ്ടിച്ച ആള്, സൃഷ്ടിച്ച സൃഷ്ടാവ്, ദൈവം, ഗോഡ് ക്രിയേറ്റഡ് ദിസ് ഹോൾ പ്ലാനറ്റ്. സി, ഒരു 4 ലൈൻ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും പിന്നെ കുട്ടി വിഷ്വലൈസ് ചെയ്യാണ്. ദാറ്റ്സ് ദ പവർ ഓഫ് സ്ക്രിപ്റ്റ് ആൻഡ് കാലിഗ്രാഫി. ഈവൻ നമ്മൾ ആ സെയ്ദ് അലി ഉസ്താദ് അലിഫും ലാമും ഹാവും മനോഹരമായി എഴുതുന്നതോട് കൂടിയിട്ട് നിങ്ങളെ ഉള്ളിലുള്ള ദൈവം, അള്ളാഹുവിന്റെ ബ്യൂട്ടി പിന്നെയും ബ്യൂട്ടിഫുൾ ആവാണ്. എക്സ്പ്ലെയിൻ ചെയ്തു ഇത് ഈ പ്രോസസ്സാണ്. ഐ റിമെമ്പർ, എനിക്കെല്ലാം ഓർമ്മയില്ല, പക്ഷെ ഐ റിമെമ്പർ ദ സൗണ്ട്. ഈ നമ്മളിങ്ങനെ ഉസ്താദ് ചോക്ക് കൊണ്ട് ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഇടയിൽ ഈ വലിയ ചോക്ക് പൊട്ടുമല്ലോ, അതിങ്ങനെ പൊട്ടുന്ന ടക്ക് എന്നുള്ള ഒച്ച ഉണ്ടാവും, എന്നിട്ട് താഴെ വീഴും. ആ സൗണ്ട് വരെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ കരിമ്പക്കയുടെ ഒരു ആർട്ട് കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ആർട്ട് ആസ്വദിക്കുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും, പക്ഷെ അതിന്റെ മീനിങ്, അതിന്റെ ഇന്നർ മീനിങ്സ്, ഇന്നർ വർക്ക്സ്, അത് വേറൊരു ആർട്ടിസ്റ്റിനെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് അതിന് വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, സി അൺടിൽ ദ ക്രിയേഷൻ ഇസ് ഡൺ, ദ ക്രിയേറ്റർ ഇസ് ഡൈ ആൻഡ് ദ റീഡർ ഇസ് ബോൺ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആർട്ട് ചെയ്യുന്ന സമയത്ത് ഐ ഡൈ. മീൻസ് പിന്നെ ഞാനില്ല, പിന്നെ ആർട്ട് ജീവിക്കാണ്. ഓക്കെ, ഇഫ് യു ആർ ഏബിൾ ടു റീഡ് ഓർ എൻജോയ്, ഇറ്റ്സ് ഗോയിങ് ടു ലൈഫ്. ഓക്കെ ഓക്കെ. പിന്നെ അപ് ടു യു ആണ്. പിന്നെ അതിന് തന്തയില്ല നമ്മൾ പറയാ, പിന്നെ അതിന് നാഥനില്ല. മീൻസ് നാഥനുണ്ട്, ബട്ട് ദ റീഡർ ഇസ് ബോൺ.
Veer was born. He can interpret it in any way. Yes. So Yeah. നിങ്ങൾ വായിക്കുന്ന ഒരു സാധനമായിരിക്കും, ഫസൽ വായിക്കുന്ന വേറെ സാധനമായിരിക്കും. Yes, correct. So നിങ്ങൾ കാണുന്ന സാധനമായിരിക്കില്ല ഫസൽ കാണുന്നത്. Yes. See, I remember when I was going to Bukhara, Mhm. ഉസ്ബെക്കിസ്ഥാൻ, സമർക്കന്ദിൽ നിന്ന് ബുഖാറയിലേക്ക് ബസ്സിൽ പോവാം. സോ ഒരു വില്ലേജിലൂടെ ബസ് എടുത്തു. സോ while I was crossing the road, I saw a little girl selling a ice cream. So the Jean Marcus was sitting next to me, who is the geometrical workshop master. So I went to Uzbekistan to participate in geometrical workshop. Serapik Kisler and Jean Marcus. Serapik Kisler, she's from Turkey, and Jean Marcus from France. So he was sitting next to me. See, always saying, Karim, don't use phone. Enjoy this guy. Because this guy is amazing. He never uses a phone. He has a small camera. Whenever he see a beautiful visuals, he's going to take photo. So he insists me, Karim, khalas, let's enjoy the beauty of Samarkand, Bukhara, the beauty of architecture. So I kept my phone in my pocket. But when I see this, I want to take photo, but Jean Marcus is there. I thought, let's enjoy it. But I trying to take the phone, even, so that I can say, khalas, these are beautiful visuals. But I couldn't. The bus is gone. And this little girl say hi to me. And I missed the opportunity to take his photo. But now, when I came back from Uzbekistan, she's a beautiful girl selling ice cream in the village of Uzbekistan and say hi to me, to an Indian guy. Still, I can do 100 canvas. If I take a picture, it's limited. That's right. It's limited to one visual. Yes. Now, if you ask me, Karim, can you draw the girl's picture? I can draw so, because I don't know her face, but I can draw so many faces. Yeah. 100 times. Now you think, how the little girl. Yes. You can imagine, right? Yes. The reader is born. Fasal, he can think something else. Yeah, or he. They all imagination is unlimited. Because the girl look like, okay, Uzbekistani, like, the imagination, the creativity is going around. When he going to at home and he say, little kid, today I had a podcast with Karim Grafi, and he was saying a beautiful story of little girl from Uzbekistan. So the little girl of Fasal thinks something else. So everybody, the reader is born, Yes, yes. They'll put a familiar face to that little. Yes. So see, when you take a picture, it's limited. ഈ ഒരു ഇപ്പൊ സാർ പറഞ്ഞ ഈ ഒരു ഇമാജിനേഷൻ തോട്ട് പ്രോസസ് കരീമിക്കയുടെ ഫാദറും മദറും കണ്ടു കാണുമല്ലോ. കരീമിക്കയുടെ അവരെങ്ങനെയാണ് അത് ഒന്ന് പ്രൊമോട്ട് ചെയ്തത് നിങ്ങളുടെ ലൈഫിൽ? എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ പേരൻസിന്റെ ഇൻഫ്ലുവൻസ് വന്നിരിക്കുന്നത് ഈ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ? സി ഐ റിമെമ്പർ നമ്മൾ ഈ വീട്ടില് ഈ മില്ലിൽ നിന്ന്, ഫ്ലവർ മില്ലിൽ നിന്നുള്ള പൊടി കൊണ്ടുവരല്ലോ. ഈ റമദാന്റെ സമയത്തൊക്കെ പിന്നെ പൊടി കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഉമ്മ ഇതിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കുമല്ലോ. ഈ കീസിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് ആക്കുന്ന സമയത്ത് ഈ ചുവന്ന കാവിയിട്ട തറയിൽ ഇതിങ്ങനെ ഇങ്ങനെ കൂടും, ഫോഗ് പോലെ ഇങ്ങനെ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാനവിടെ ചില ഉമ്മ ഇരിക്കുന്നത് അന്ന് ചെയ്യാറൊന്നുമല്ല. ഉമ്മ ഇരിക്കുന്ന പലകല്ലേ, വുഡൻ പീസ് വെച്ചിട്ടുള്ള പലകന്റെ മുകളിൽ ഉമ്മ ഇരിക്കുക. അപ്പൊ അവിടെ നമ്മളൊക്കെ പലകയിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. എന്റെ വീട്ടിലെ അടുക്കളയില് പലകയിൽ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറ്. അത് ചായ കുടിക്കല് ഇന്നത്തെ പോലെ ഇതുപോലത്തെ അടിപൊളി മഗ്ഗൊന്നുമില്ല, പിഞ്ഞാണുണ്ട്. ആക്ച്വലി എന്റെ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പിഞ്ഞാണത്തിലാണ് നമ്മൾ ചാടിക്കുക. പിഞ്ഞാണെന്ന് പറയും, ഇത്ര വലിയ. അന്ന് നാട്ടിലൊക്കെ ഈ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പിഞ്ഞാണത്തിൽ ബിരിയാണി വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിയിടും. നമ്മൾ ആ പിഞ്ഞാണൊക്കെ പൊറുക്കുന്ന സമയത്താണ് അതിൽ ചിക്കൻ ബിരിയാണി, ബിരിയാണിയൊക്കെ ഇങ്ങനെ ചൂടുള്ളത്, നല്ല ദം ബിരിയാണി, അതിന് സ്മെല്ല് കിട്ടുന്നുണ്ടോ?
സോ അപ്പൊ അത് ഓർക്കാൻ വരുന്നുണ്ട്. അപ്പോ ഉമ്മ ആ പലകന്റെ മുകളിൽ ഇരുന്നിട്ട് ആ പൊടിയിൽ ഉമ്മ അപ്പൊ തന്നെ കൈകൊണ്ട് ഇങ്ങനെ വരക്കും. ഐ സ്റ്റിൽ റിമെമ്പർ ഷി വാസ് ഡ്രോയിങ് സം ഒരു ബേർഡിന്റെ ഷേപ്പ് ഇങ്ങനെ വരക്കുന്നത്. ഇങ്ങനെ ഒരു ലൈൻ ഇടും, എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് ഉമ്മ കാണിച്ചു തരും, ഇത് കിളിയാണ്. എന്നിട്ട് അടിയിൽ 2 വര ഇട്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കാലായല്ലോ. അതെ. എന്നുവെച്ചാൽ ഉമ്മ ഇപ്പോഴും എനിക്ക് ഓർമ്മ, ഇങ്ങനെയാണ് ഉമ്മ വരക്കുക. അതാ ഇങ്ങനെ അങ്ങ് വരക്കും, ഇവിടെ ഇങ്ങനെ സാധനം ഇടും ആ പൊടിയിൽ. എന്നിട്ട് ഉമ്മ എന്ത് ചെയ്യുന്നറിയോ, പിന്നെയും അതിന് മുകളിൽ നിന്ന് ഇങ്ങനെ പൊടി കതറും. ഞാൻ പറയാണ് ഇപ്പൊക്കെ ഉമ്മ എന്റെ ആ ഒരു സാധനം നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫാദർ എങ്ങനെയാണ്? ഫാദർ പിന്നെ അവിടെ ഒരു കഫറ്റീരിയ നടത്തിയിരുന്നു. ചെറിയൊരു കഫറ്റീരിയയിലാണ് ഉപ്പ വല്യുപ്പ നടത്തിയ കഫറ്റീരിയ. ഉപ്പയാണ് പിന്നെ അതിന്റെ പിൻഗാമിയായിട്ട് വന്നത്. അതെവിടെ? അത് നാട്ടിലെവിടെ? കക്കോവ്. കക്കോവ്. അപ്പോ കാലിക്കറ്റ് ഭാഗമാണ്. ആക്ച്വലി കാലിക്കറ്റ് മലപ്പുറം ബോർഡറാണ് ഞങ്ങളുടെ സ്ഥലം. ഓക്കെ. അയൽപ്രദേശമാണ് ശരിക്കും, ഓക്കെ. അതിർത്തി പ്രദേശം. ഓക്കെ. അപ്പം കക്കോവില് അങ്ങാടിയിലായിരുന്നു ഉപ്പയുടെ കച്ചവടം ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെരി സ്മോൾ കഫറ്റീരിയ. അപ്പോൾ ഉപ്പ രാത്രി ഒരു 10:30 മണിയൊക്കെ ആകുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വെരി ലേറ്റ് നൈറ്റ് വീട്ടിലേക്ക് തിരിച്ചു വരും. ഭയങ്കര ടയേർഡായിരിക്കും, അറിയാമല്ലോ. കാരണം ഉപ്പ തന്നെയാണ് രാവിലെ 6 മണിക്കായിരിക്കും. പൊറോട്ട ഉണ്ടാക്കും, പിന്നെ കറി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. കുറേയൊക്കെ ഉമ്മ പുട്ടൊക്കെ രാവിലെ ഉമ്മ കൊണ്ടുപോയി, ഉമ്മ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി വിടും. ഓക്കെ. അപ്പൊ ഉപ്പ ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ ഈ ഇലക്ഷൻ സീസണൊക്കെ ഉണ്ടല്ലോ നാട്ടില്, UDF, LDF, കോൺഗ്രസ്, ലീഗ്, മാർക്സിസ്റ്റ്, ഇവരുടെയൊക്കെ ബോർഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ ബോർഡ് എഴുതാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരിക. ഐ എം ദ ആർട്ടിസ്റ്റ് ദെയർ ഇൻ പഞ്ചായത്ത്. പഞ്ചായത്ത്. വഴിയൂർ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് വർക്കുകൾ എനിക്ക് വരാറുണ്ട്. സോ ഐ റിമെമ്പർ ദാറ്റ് ഉപ്പ വന്നിട്ട് ഹി യൂസ് ടു സിറ്റ് വിത്ത് മീ ആൻഡ് ഡു ദ ബാക്ക്ഗ്രൗണ്ട് പെയിന്റിങ് ഫോർ ദ ക്യാൻവാസ്. ലൈക്ക് അതിനിപ്പം ക്യാൻവാസ് എന്ന് നമ്മളിപ്പോ പറയും, പക്ഷെ ആ സമയത്ത് നമ്മൾ അതിന് പറയാം ചാക്ക് ബോർഡ് എന്നാണ്. ചാക്കില്ലേ, നമ്മൾ സാധാ ചാക്ക് വെച്ചടിച്ചിട്ട് അതിന് മുകളിൽ 100 നമ്മളതിന് പറയാം. വൈറ്റ് വാഷ് ചെയ്യും, ഈ മറ്റേ ഇത് വൈറ്റ് സിമെന്റ് ഒക്കെ ഇട്ടിട്ട്. മനസ്സിലായി. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ വരക്കുക. കോണി അടയാളം, കൈപ്പത്തി അടയാളം, അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ, അതൊക്കെ. സോ ഉപ്പ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അത് ചെയ്യാൻ ഉപ്പ വന്നിട്ട് ഇത് ബോർഡ് അടിക്കാൻ വരെ എന്നെ ഹെൽപ്പ് ചെയ്യും. ചില രാവിലെ മുതൽ ഉപ്പ കഷ്ടപ്പെട്ട് 10:30 മണിക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഉപ്പ ഉറങ്ങാൻ പോകില്ല, ഉപ്പ എൻ്റെ കൂടെ. ഐ സ്റ്റിൽ റിമെമ്പർ 1 മണി വരെയൊക്കെ ഉപ്പ വന്നിട്ട്. അന്ന് ഇക്കയ്ക്ക് എത്ര വയസ്സായിരുന്നു? അന്ന് എനിക്ക് ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 10-14 വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഇക്കയുടെ ബ്രദേഴ്സ് ഇല്ലേ? ബ്രദേഴ്സ് ഹെൽപ്പ് ചെയ്യുമായിരുന്നോ? അവരും ആർട്ടിസ്റ്റ് ആണോ? ഇക്കനെ പോലെ അവർക്ക് വേറെ കഴിവുകളാണ്? അവരൊക്കെ വരക്കും, പക്ഷെ ഞാൻ പിന്നെ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. അപ്പം നിങ്ങളുടെ മോട്ടിവേഷൻ? എന്റെ അനിയൻ വരക്കും കേട്ടോ. അനിയൻ ചിത്രം വരക്കുമായിരുന്നു, പിന്നെ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ബോർഡ് എഴുതും. വെരി ഗുഡ്. കൂടുതൽ അവൻ അതിൽ ഫോക്കസ് ചെയ്തില്ല, പക്ഷെ ഹീസ് എ ഗ്രാഫിക് ഡിസൈനർ. അപ്പം വേറെ ടൈപ്പ് ഓഫ് ഗ്രാഫിക് ഡിസൈനർ ആണ്. another form of art. അപ്പം your motivation is your father and your mother to the art. മോട്ടിവേറ്റ് ചെയ്ത ആള് ഇഷ്ടം പോലെ ഉണ്ട് വീട്ടില്, അടക്കം. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതിന് ആർട്ടിസ്റ്റ് ആവണമെന്നില്ലല്ലോ. ഓക്കെ. സോ എൻ്റെ അമ്മാവന്മാര് അവർ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ അവരുടെയൊക്കെ ചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ട്. അവർ ദുബായിലുള്ള സമയത്ത് എനിക്ക് എൻ്റെ കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട്, ഡ്രോയിങ് കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മന്ത്ലി പൈസ അയച്ചു തരുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള മുസ്ലിം റിലീഫ് കമ്മിറ്റി ഉണ്ടായിരുന്നു. കാരണം ഇതുപോലെ ആർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാരിറ്റി ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവരെനിക്ക് മാസത്തിലൊരു പൈസ തരുമായിരുന്നു. കാരണം എൻ്റെ ടാലന്റ് കണ്ടിട്ട് കരീമ് പോയി പഠിക്കണം, കരീമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പം എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഈ ആർട്ട് കാണുമ്പം നമ്മുടെ ഫസ്റ്റ് മോട്ടിവേഷൻ വരുന്നത് നമ്മുടെ കൂട്ടുകാരാണ്. അപ്പോൾ കൂട്ടുകാർ നമ്മുടെ സ്കൂളിലിരിക്കുന്ന ബെഞ്ചുകൾ, സ്കൂളിലിരിക്കുന്ന ഇത് ആണ് കണ്ടിട്ടാണ് അവർ നമ്മളെപ്പറ്റി ഒരു ധാരണ, ഒരു ഇതുണ്ട്. അങ്ങനെ വല്ല ഇൻസിഡന്റ് കരിമൊക്കെ എടുത്തിട്ടുണ്ട്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മള് വെച്ചാല് ഞാൻ എൻ്റെ സ്കൂൾ വെച്ചാൽ നമ്മൾ 4 വരെ ഉള്ള ഒരു സ്കൂൾ തന്നെ LP സ്കൂളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈസ്കൂളിലേക്ക്, UP സ്കൂളിലേക്കും ഹൈസ്കൂളിലേക്കും പോകുന്നത്. അത് വേറെ സ്ഥലമാണ്. ഓക്കെ. അപ്പം അവിടുന്നാണ്
ഐ റിമെമ്പർ നമ്മളെ ഈ ഡെസ്ക് ഉണ്ടല്ലോ, ഐ യൂസ് ടു ഷേവ് ദ ഡെസ്ക് ഫസ്റ്റ് ടു മേക്ക് ദ ക്ലീൻ ക്യാബിൻ. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അടിപൊളി ക്യാൻവാസ് പോലെ ഒരതി എടുക്കും. എന്നിട്ട് ബോൾ പെൻ ഇല്ലേ, ബോൾ പെൻ വെച്ചിട്ട് നമ്മൾ അതിന് മുകളിൽ ചിത്രം വരക്കും. എന്തുവായിരുന്നു വരയ്ക്കുന്നത്? അത് പല ചിത്രങ്ങൾ വരക്കും. സ്പെഷ്യലി അന്നത്തെ സമയത്തൊക്കെ സ്പോർട്സ്, ഫുട്ബോൾ ഭയങ്കര, ഫുട്ബോൾ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയം. വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ റൂഡ് ഗുള്ളിറ്റ്, മെത്താവൂസ്, മറഡോണ ഇവരുടെയൊക്കെ ഫോട്ടോസ് ഞാൻ ഈ നമ്മളുടെ നോട്ട് ബുക്കിന്റെ ചട്ടയിലെ മുകളിൽ മറഡോണൊക്കെ ഇങ്ങനെ ബോൾ കൊണ്ട് പോകുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ മുട്ടുകാല് വരക്കും, ബാക്കിലുള്ള കാലിങ്ങനെ ഈ ഒരു ഷേപ്പ് ഒക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, വരക്കും. So my friends, they used to offer me a lunch. If I draw for them, they used to offer lunch. കുഞ്ഞാലെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട്, അവൻ്റെ ഉപ്പ ഗൾഫിലാണ്. അപ്പം അവന് ഞാൻ ഇടക്കിടക്ക് വരച്ചു, അവൻ നല്ല ഫുഡ് തരും. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മനോട് പറയുന്നത് എനിക്ക് ഫുഡുണ്ട്. അപ്പൊ കൈ വീശി പോവല്ലോ. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര പ്രിവിലേജ് ആയിരുന്നു ആ സമയത്ത്. ആ സമയത്താണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊരു കലയാണ്, പക്ഷെ ഇതൊരു വരുമാന മാർഗമാണെന്ന്? അന്നൊക്കെ നമ്മൾ ചെറിയ കുട്ടിയല്ലേ. പക്ഷെ നമുക്കൊരു ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ, നമ്മുടെ ചുറ്റുവട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ലൈഫ്. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ എൻ്റെ ഒരു, സോറി ടു കട്ട് യു ഓഫ്, എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 5 and 7 we realize that we want to be 90% like who, either my father or somebody else I want to be like. So when you said by 5 you realized how an art form is done, or how stroke is done, and you listen to this the noise, the how the chalk is drawn. If those things are your realizations, സമയത്ത് നിങ്ങൾക്കൊരു ചിലപ്പം ക്ലിയർ പാത്ത് ഉണ്ടാക്കില്ലായിരിക്കും, ചിലപ്പോൾ ഒരു വഴി അങ്ങനെ. See when you go to new classroom, of course there will be new teachers. So they used to ask the question, നിങ്ങൾക്ക് എന്താവണമെന്ന് ചോദിക്കുമല്ലോ. സോ പല ആൾക്കാർ പോലീസ് ആവണമെന്ന് പറയും. ചെറുപ്പത്തിൽ കുറെ ആൾക്കാർ പോലീസ് ആവാനാണ് പറയാറ്. അത് ചില മൂവീസ് അങ്ങനെയാണ്, എല്ലാവരും പോലീസാണ്, അല്ലെങ്കിൽ ജോലി തേടുന്ന ആൾക്കാരായിരിക്കും. ഐ റിമെമ്പർ ദാറ്റ് എനിക്കൊരു ആർട്ടിസ്റ്റ് ആവണം, പക്ഷെ ആർട്ടിസ്റ്റായി ജീവിക്കാൻ കഴിയുമെന്ന് എനിക്കൊന്നും അറിയില്ല. നമുക്ക് ആർട്ട് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് വി നെവർ നോ, ബിക്കോസ് എല്ലാവരും എഞ്ചിനീയറും ഡോക്ടർ പോലീസ് ഇതല്ലേ പറയുള്ളൂ. സോ ബട്ട് നമ്മളങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അതത്ര ഒരു വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഒരു സംഗതി ഞാൻ ഓർക്കുന്നുണ്ട്, രവീന്ദ്ര മാഷാണ് എൻ്റെ ഡ്രോയിങ് മാഷ്. അപ്പൊ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് ഡ്രോയിങ് ക്ലാസ്സിൽ മാഷ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ചോക്ക് തന്നു. എന്നിട്ട് from the beginning, the one first who sit, he give the chalk and yalla do ഒരു കോഴിമുട്ട വരക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിലുള്ള എല്ലാവരും കോഴിമുട്ട വരച്ചു. അപ്പം മാഷ് ഇങ്ങനെ ഓരോരുത്തർ വരക്കും, അത് ഷേപ്പ് കറക്റ്റ് അല്ലെങ്കിൽ മാഷ് അപ്പം മായ്ക്കും. അപ്പോൾ നമ്മളിങ്ങനെ വരക്കും. അപ്പം ഐ റിമെമ്പർ ദാറ്റ്, ഓക്കെ ദിസ് ഈസ് മൈ എഗ്. ഞാൻ വരച്ച കോഴിമുട്ടയാണ് അത് പൊട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് പൊട്ടല്ലേ, കാരണം വേറെ ആൾക്കാരൊക്കെ വരക്കുമ്പോൾ അത് ശരിയാവില്ല. അപ്പൊ മാഷ് അത് മായ്ക്കും. അപ്പൊ മാഷ് എന്നെ ഇങ്ങനെ നോക്കും, കോഴിമുട്ട പൊട്ടാതിരിക്കുന്ന. സ്റ്റിൽ റിമെമ്പർ. എന്നിട്ട് എന്നെ വിളിച്ചു, എന്നിട്ട് ഭയങ്കര കൈയടക്കുന്നത്, എന്റെ ഫസ്റ്റ് അംഗീകാരം, ഫസ്റ്റ് അവാർഡ് ഫോർ മീ. That's very nice. Yeah, we'll always remember our first thing here. ഞാൻ ഇന്ന് എന്റെ വൈഫിനോട് പറഞ്ഞു ഈ കഥ. When I was coming, I told her that this is the story because my friend is passed away. So I used to tell him this story. We were laughing because whenever I go to India, I used to visit him. He was little tired and sorry to hear. Yeah. He's a great artist and he's a great poet and everything. So these are the childhood, beautiful memories. Can you get the inspiration of them? What inspires you to write or do or bring to this world that? Actually, my friend name is Naushad. Okay. Naushad ആണ് ആക്ച്വലി എന്നെ ഈ ഫീൽഡിലോട്ട് ഈസ് മെന്റർ ഫോർ മീ. പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, കരീം, there is a art called calligraphy. അത് ഏത് വയസ്സിലായിരുന്നു? അത് ഞാൻ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം.
ബിക്കോസ് സി എൻ്റെ ഉള്ളിൽ 15 വയസ്സ്. എൻ്റെ ഉള്ളിൽ ഈ കാലിഗ്രാഫിക് സാധനം നമ്മളിങ്ങനെ അവബോധ മനസ്സിലുണ്ടെങ്കിലും മീൻസ് സൈദാലി ഉസ്താദ് എന്നത് കാണുന്നത്, പിന്നെ കുറെ അറബിക് പുസ്തകങ്ങളുടെ ചട്ട കാണുന്നു, കവർ ഡിസൈൻ കാണുന്നു, അപ്പോഴൊക്കെ നമ്മളിലുണ്ട്. പക്ഷെ I never know this called calligraphy. I never know there is a teacher for this. I never know there is a people are dedicated for this art. So Naushad vannappadana he told me that, Kareem, it's called Arabic calligraphy, Islamic calligraphy, so famous, and come with me, we will go to Net Cafe. അങ്ങനെ we used to go to Calcutta. Because പുള്ളി ഭയങ്കര നന്നായി ചിത്രം വരക്കും. See, he's great artist. Whenever we do competition, he's the first. I was only third. I never be in top in my school. ഞാൻ ഇതുവരെ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടില്ല. Even second place no. I was third place in my classroom, in my school. But the same school, ഞാൻ അവിടെ യുവജനോത്സവം അതുപോലെ തന്നെ വലിയ ഇവന്റുകളൊക്കെ നടക്കുമ്പോൾ ടീച്ചേഴ്സ് യൂസ് ടു കോൾ മീ, കരീം കം ഹിയർ ആൻഡ് ഡു സം പെർഫോമൻസ്. എന്നിട്ട് ടീച്ചേഴ്സ് they come, കരീം ടീ, കരീം പഴം കൊണ്ടുവന്നൊരു, ചായ കൊണ്ടുവന്നൊരു. I was so privileged and sitting. അത് കിട്ടാൻ തന്നെ ഒരു ഭാഗ്യം. 3ാം സ്ഥാനം കിട്ടിയ എന്നെ 1ാം സ്ഥാനത്തേക്ക് മാഷന്മാർ ആനയിച്ചു കൊണ്ടുപോവുക. They used to introduce, this is Kareem. നൗഷാദ് എന്താണ് കരീമിക്ക് എന്നെ കണ്ടത്? നൗഷാദ്, I still remember എൻ്റെ ഞങ്ങളെ ഒരു പള്ളിയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇടവണ്ണപ്പാറ എന്ന് ചിത്രമൊക്കെ വരച്ചു വരും. നൗഷാദ് ഇതുപോലെ തന്നെ അവൻ പഠിക്കുന്ന ആളായിരുന്നു. അപ്പം അവന് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും രാത്രിയിൽ പള്ളിയിൽ ഇശാനസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ പാലുണ്ട്, ബ്രിഡ്ജ് ഉണ്ടാവില്ല, താഴെ തോടാണ്, പള്ളീന്റെ തോട്, ആ പാലത്തിന്റെ അവിടെ നിന്ന് സംസാരിക്കും. എനിക്ക് പുള്ളിയോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം, കാരണം ഒരുപാട് നോളേജും വിസ്ഡം ഉള്ള ഒരു മനുഷ്യനാണ്. സോ പുള്ളി ഇങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞു തരും. ഈസ് എ പോയറ്റ്, ഈസ് എ ട്രാവലർ, ഈസ് ഡു ഇമോഷണൽ എസ്തെറ്റിക് വർക്ക്ഷോപ്പ് ആൻഡ് സോ മെനി തിങ്. ആ സമയത്തും പുള്ളി ഭയങ്കര നന്നായി പഠിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കക്ഷിയായിരുന്നു. സോ നൗഷാദ് പറയുമ്പോൾ ഞാൻ കാത് കുറിപ്പിച്ച് ഇങ്ങനെ കേൾക്കും. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്, കരീം, ഇങ്ങനൊരു സാധനമുണ്ട്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, if you know something, then you are responsibility. You are the responsible. If you know some art, then you are the responsible, to make it popular. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, പിന്നെ ഇന്ന് മുതൽ കരീം അതിൽ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. സോ ആ ബ്രിഡ്ജ് ഇറങ്ങിയിട്ട് അവന് റൈറ്റിലോട്ട് പോകുന്ന അവൻ്റെ വീട്ടിലേക്ക്, വട്ടീരിയിലേക്ക്, ഞാൻ ലെഫ്റ്റിലോട്ട് ലാപ്പർത്തോടിയിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം രാത്രി 11 മണി സമയത്ത്. ദാറ്റ് ടൈം എൻ്റെ മൈൻഡിൽ ഫുൾ ഓഫ് ഇമാജിനേഷനാണ്. ദ മിനിമൽ സ്ട്രോക്ക് ഓഫ് അറബിക് കാലിഗ്രാഫി, the Islamic geometrical pattern, the art, the architecture and everything. പുള്ളി ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇട്ട് വരും. നെക്സ്റ്റ് ഡേ വി വിൽ ഗോ ടു കാലിക്കറ്റ്. നെറ്റ് കഫേയിൽ പോയിട്ട് നമ്മളിങ്ങനെ ബ്രൗസ് ചെയ്തിട്ട് കുറേ നല്ല രസമുള്ള ആർട്ടുകൾ കാണും, കാലിഗ്രാഫി കാണും. ദാറ്റ്സ് ഹൗ ദ ഇൻസ്പിറേഷൻ കം. അപ്പം നൗഷാദ് അത് പറഞ്ഞു തന്നു, കരീമിക്ക് അത് നെറ്റിൽ പോയി സെർച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്? പിന്നെ ഞാൻ ഗൾഫിലേക്ക് പോവാണ്.